അനന്തപുരിയിൽ ഏറെ ചരിത്രങ്ങൾ പറയാനുള്ള ദൈവസഭയാണ് IPC താബോർ ചർച്ച്. ദൈവിക താലന്തുകളാൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരുപാട് യുവജനങ്ങൾ ആ ദൈവസഭയിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. അനിത ബെൻസി എന്ന പ്രിയ സഹോദരിയുടെ മനോഹരമായ ഒരു ഭാവന നമുക്കിപ്പോൾ കേൾക്കാം. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കുന്ന എൻ്റെ ഭാവനയുടെ പേര് എൻ്റെ സഹനങ്ങൾ. കണ്ണു തുറന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അരികിലായി തൂവെള്ള വസ്ത്രം ധരിച്ച് തേജസ്സുറ്റ മുഖവുമായി ഒരാൾ. ആ മുഖശോഭയാകും എന്നെ ആ ഉറക്കത്തിൽ നിന്നും ഉണർത്തിയത്. ഞാൻ പതിയെ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ മാലാഖയാണോ? ഒരു പുഞ്ചിരിയോടെ ആ രൂപം എനിക്ക് മറുപടി നൽകി, എൻ്റെ പേര് മരണം. എന്ത്? നിങ്ങൾ മരണമോ? മരണത്തിന് ഇത്ര സൗന്ദര്യമോ? ഞാൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ എന്നെ പറ്റിക്കുകയല്ലേ? ഇല്ല, മനുഷ്യർ മാത്രമേ പറ്റിക്കാറുള്ളൂ, ഞങ്ങൾ പറ്റിക്കാറില്ല. നീ എന്നോടൊപ്പം യാത്ര തുടങ്ങിയിട്ട് കുറേ നേരമായി. അയ്യോ, അപ്പോൾ ഞാൻ മരിച്ചുവോ? ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് അവിടെയെല്ലാം നോക്കി. ചുറ്റും ഒന്നും കാണാനില്ല. ഒരു ശാന്തസുന്ദരമായ നദിയിലൂടെ ഒരു തോണിയിൽ ഞാനും മരണവും മാത്രം. അയ്യോ, എനിക്ക് മരിക്കേണ്ട, എന്നെ തിരിച്ചു ഭൂമിയിലേക്ക് അയക്കുമോ? ഞാൻ മരണദൂതന്റെ കാല് പിടിച്ചു. ആ ദൂതൻ, ആ മുഖേശുഭയുള്ള ദൂതൻ എന്നോട് ഒന്നുമേ പറഞ്ഞില്ല, ഒരു പുഞ്ചിരി മാത്രം നൽകി. എന്നാലും കർത്താവേ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. എല്ലാം ചതിച്ചില്ലേ? എന്നോടൊരു വാക്ക് ചോദിച്ചിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ചാൽ പോരായിരുന്നു. മരിച്ചതിന്റെ സങ്കടത്തിൽ എനിക്ക് ആരോടും ഒന്നും മിണ്ടുവാൻ തോന്നിയില്ല. ദേ, അങ്ങ് ദൂരെയായി ഒരു കര കാണുന്നുണ്ട്. അവിടെ മറ്റൊരു രൂപം. ആ രൂപത്തിന് ചിറകുകളുണ്ട്. അത് കണ്ടിട്ട് ദൂതനാണെന്ന് തോന്നുന്നു. അതെ, ഞങ്ങളുടെ തോണി മെല്ലെ ആ കരയിലേക്ക് അടുത്തു. ദൂതൻ എന്നെ കരം പിടിച്ച് കരയിലേക്ക് കയറ്റി. മരിച്ചതിന്റെ സങ്കടത്തിൽ ഞാൻ ഒന്നുമേ മിണ്ടിയില്ല. മനസ്സിൽ ഞാൻ അറിയാതെ മന്ത്രിച്ചു. നല്ല ബിരിയാണി ചിക്കനും ഒക്കെ കഴിച്ച് വീട്ടിലുള്ളവരോട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് കിടന്നത് ഓർമ്മയുണ്ട്. അയ്യോ, എപ്പോഴായിരിക്കും ഞാൻ മരിച്ചത്? കുശലം എന്നതുപോലെ ദൂതനോട് ഞാൻ ചോദിച്ചു, എന്താണ് പേര്? മീഖായേലോ അതോ ഗബ്രിയേലോ? എനിക്കും കുറച്ച് ദൂതന്മാരുടെ പേരൊക്കെ അറിയാം. ദൂതനൊന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. കുറച്ചു ദൂരം അങ്ങ് പോയപ്പോൾ ഒരു സ്വർണ്ണ കവാടം, അതിന് ചെറിയ പടവുകളുമുണ്ട്. ഞങ്ങൾ ആ പടികൾ കയറി മുകളിലെത്തിയപ്പോഴേക്കും ആ വാതിലുകൾ മെല്ലെ ഞങ്ങൾക്കായി തുറന്നു തന്നു. ഹാ, എന്തു മനോഹരം! ഓ, ഇവിടെയും ഓട്ടോമാറ്റിക് ഡോറൊക്കെയാണല്ലേ. വളരെ വർണ്ണശോഭമായ കൗതുകങ്ങൾ നിറഞ്ഞ കാഴ്ച എൻ്റെ കണ്ണിന് കുളിർമ നൽകി. പൂക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടങ്ങളും വൃക്ഷങ്ങളും. ഹാ, എത്ര മനോഹരമായ തോട്ടം! ഇത് മുഴുവനും കണ്ടു തീർക്കാൻ എനിക്ക് ആവതില്ലല്ലോ. എനിക്ക് മനസ്സിലായി കർത്താവേ, ഞാനിതെവിടെയാണെന്ന്. ഇതല്ലേ സ്വർഗം? എനിക്കറിയാമായിരുന്നു നീ എന്നെ സ്വർഗത്തിലേ കൊണ്ടുവരികയുള്ളെന്ന്. കാരണം ഞാൻ നിനക്ക് വേണ്ടി എത്ര പാട്ടുകൾ പാടിയിരിക്കുന്നു. എത്ര ക്രൂസേഡുകളിലും കൺവെൻഷൻ സ്റ്റേജുകളിലും നിനക്കായി ഡ്രം സെറ്റ് വായിച്ചിരിക്കുന്നു. ഇതൊക്കെ നിനക്ക് മറക്കാൻ കഴിയുമോ? എന്നാലും കുഴപ്പമില്ല, സ്വർഗത്തിലായാലും ഞാൻ സന്തോഷവാനാണ്. ദൂതനോട് ഞാൻ ചോദിച്ചു, ഇവിടെയും ഡ്രം സെറ്റൊക്കെ ഉണ്ടല്ലോ അല്ലേ? എനിക്ക് നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഡ്രം സെറ്റ് വായിച്ചു കൊള്ളാം. ഞാൻ പറഞ്ഞു തീരും മുൻപേ ദൂതൻ തന്റെ ചിറകുകൾ മെല്ലെ വിടർത്തി. വാദ്യ ഉപകരണങ്ങൾ ഒരുമിച്ച് വായിച്ചതുപോലെ എനിക്ക് തോന്നി. സംഗീത സാന്ദ്രമായ ഒരു നിമിഷം. എത്ര മനോഹരം! എന്നിട്ടോ ദൂതൻ എന്നെ ഒന്ന് നോക്കി മന്ദഹസിച്ചു. എനിക്ക് മനസ്സിലായി എന്നെ കളിയാക്കിയതാണെന്ന്. പോട്ടെ, കർത്താവുണ്ടല്ലോ, എല്ലാം ചോദിക്കാം. പെട്ടെന്ന് തന്നെ മേഘങ്ങളാൽ മറഞ്ഞുകിടന്ന സ്വർണ്ണപ്പടവുകൾ ഞങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷമായി. ദൂതൻ എൻ്റെ കരം പിടിച്ച് ഞങ്ങൾ ആ പടവുകൾ മെല്ലെ മെല്ലെ മുകളിലേക്കെത്തി. എൻ്റെ കണ്ണ് ചിമ്മിപ്പോയി. സൂര്യൻ തിളങ്ങി നിൽക്കുന്നത് പോലെ അതിൻ്റെ കിരണങ്ങൾ എൻ്റെ കണ്ണുകളെ കുത്തി നോവിക്കുന്നത് പോലെ ഞാൻ എൻ്റെ കണ്ണ് മുറുക്കെ അടച്ചു. അയ്യോ, എൻ്റെ കണ്ണ്!
ദൂതൻ വന്ന് എൻ്റെ കണ്ണ് മെല്ലെ ഒന്ന് തടവി. ഇപ്പോൾ എനിക്ക് എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. വന്ന ശോഭയുള്ള ഒരു സൂര്യൻ ഇങ്ങനെ നിൽക്കുന്നു. അതിന് ചുറ്റുമായി മനുഷ്യരൂപമുള്ള കുറച്ചു പേർ. ഇവിടെ മനുഷ്യരൊക്കെ ഉണ്ടല്ലേ. ദൂതൻ അപ്പോൾ എനിക്ക് പരിചയപ്പെടുത്തി. ഇത് പൗലോസ്, ഇത് പത്രോസ്, ഇത് തോമസ്, ഇത് യോഹന്നാൻ. അവിടെ അതാ മോശ, ഏലിയാവ്, അബ്രഹാം, അങ്ങനെ തുടങ്ങുന്ന നിരനിരയായി. എൻ്റെ ശരീരമാകെ കോരിത്തെരിച്ചു. ഞാൻ സൺഡേ സ്കൂളുകളിൽ പഠിച്ച എൻ്റെ ഹീറോകൾ, അവരെയെല്ലാം ഒരുമിച്ച് കണ്ടപ്പോൾ ഓടിച്ചെന്ന് അവർക്കുടെ മുൻപിൽ ഒരു സെൽഫി എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മരിച്ചു പോയില്ലേ, എൻ്റെ കയ്യിൽ മൊബൈലുമില്ല. കുഴപ്പമില്ല, ഒരു ഷെയ്ക്കാനെങ്കിലും ആവാം. ഞാൻ ഓടി. പക്ഷേ ദൂതൻ എൻ്റെ കരം മുറുകെ പിടിച്ചു. ഒന്നിനും സമ്മതിക്കുകയില്ല. ഇവിടെ ആരും ഒന്നും മിണ്ടുകയുമില്ല. എന്ത് ഭയാനകം! ഞാനത് പറഞ്ഞു തീരും മുൻപേ ആ തീ ഗോളത്തിൽ നിന്നും ഒരു ശബ്ദം ഞാൻ കേട്ടു. മകനെ, എനിക്ക് വേണ്ടി നീ എന്തു ചെയ്തു? എനിക്ക് സമാധാനമായി. ഞാൻ ഇതാണ് കർത്താവെ ഇത്ര നേരം ആലോചിച്ചത്, നീ എന്താ എന്നോടൊന്നും മിണ്ടാത്തതെന്ന്. ദൈവത്തിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ പറയാൻ വേണ്ടി ദൂതന്റെ കൈ തട്ടി മാറ്റി ഞാൻ മുന്നോട്ടാഞ്ഞു. പാടിയ പാട്ടുകളും പ്രാർത്ഥനകളും പ്രസംഗങ്ങളും നിരത്താൻ തുടങ്ങി. അക്കങ്ങളായി കുറയാതെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് തന്നെ 2 ദൂതന്മാർ പറന്ന് ഇറങ്ങി എൻ്റെ അരികിലേക്ക് വന്നു. എന്നിട്ടോ അവരുടെ കയ്യിൽ ഒരു വലിയ പേപ്പറും ഉണ്ടായിരുന്നു. അവർ അതെൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, മകനെ, ഇത് നിനക്ക് വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ മെല്ലെ അതിൻ്റെ താളുകൾ തുറന്നു. അതിൻ്റെ താഴെ അറ്റം ഭൂമിയിൽ എത്തിയിട്ടുണ്ടാവും. അയ്യോ കർത്താവേ, എനിക്ക് വേണ്ടി നീ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുവോ? എനിക്ക് ഓർക്കുവാൻ കഴിയുന്നില്ല. ആ പേപ്പറുകളെല്ലാം ദൂതിൻ്റെ കയ്യിൽ തിരിച്ച് ഏൽപ്പിച്ച ശേഷം ഞാൻ കർത്താവിനോട് ചോദിച്ചു, ദൈവമേ, ഭൂമിയിൽ ഞാൻ കാഴ്ചവെച്ച എൻ്റെ പെർഫോമൻസ് ഒന്നും നീ കണ്ടില്ലേ? ഞാൻ ചോദിച്ച തീരും മുൻപേ അവിടെ നിന്നും വീണ്ടും ശബ്ദം, മകനെ, നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ദൈവമേ, ഞാൻ ഈ പറഞ്ഞതൊന്നും നീ കേട്ടില്ലയോ? ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ മുൻപിൽ കളിയാക്കപ്പെട്ടില്ലേ? ക്ലീൻ ഷേവ് ചെയ്തതിൻ്റെ പേരിൽ എന്നെ എത്ര പേർ കളിയാക്കിയിരിക്കുന്നു. അത് നിനക്ക് വേണ്ടിയല്ലേ? പെട്ടെന്ന് തന്നെ ഒരാൾ എൻ്റെ അരികിലേക്ക് വന്നു. എൻ്റെ തോള് തട്ടിയിട്ട് എന്നോട് പറഞ്ഞു, മകനെ, എൻ്റെ പേര് യോഹന്നാൻ സ്നാപകൻ. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി കൊടുത്തത് എൻ്റെ ശിരസ്സാണ്. ശിരസ് തിരിച്ച എൻ്റെ മുൻപിൽ നിന്റെ ക്ലീൻ ഷേവ് എവിടെയാണ്? എൻ്റെ സ്വരമൊന്ന് ഇടറി. എങ്കിലും പതറാതെ ഞാൻ മുന്നോട്ട് നിന്നു. കർത്താവേ, ഞാൻ വലിയ ആഡംബര കാറുകളോ ബാങ്ക് ബാലൻസുകളോ വില കൂടിയ വാച്ചുകളോ ഡ്രസ്സുകളോ ഒന്നും തന്നെ വാങ്ങിയിട്ടില്ല. എൻ്റെ സ്നേഹങ്ങൾ, എൻ്റെ എല്ലാം മാറ്റിവെച്ചില്ലേ? എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിനക്ക് വേണ്ടി ഞാൻ ത്യജിച്ചില്ലേ? ഇതെല്ലാം നിനക്ക് വേണ്ടി ചെയ്ത എൻ്റെ സഹനങ്ങളല്ലേ കർത്താവേ? അപ്പോൾ എൻ്റെ അരികിൽ മറ്റൊരാൾ പ്രത്യക്ഷപ്പെട്ടു. പേര് സ്തേഫാനോസ്. എന്നോടായി പറഞ്ഞു, എൻ്റെ ജീവൻ ക്കാൾ വലുതായി ഒന്നും ഞാൻ കർത്താവിന് വേണ്ടി കൊടുത്തില്ല. എൻ്റെ കാലുകൾ ഇടറുവാൻ തുടങ്ങി. എന്താണ് മുന്നോട്ട് പറയുക? എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ചെയ്തു നിരത്തിയ കാര്യങ്ങളൊന്നും എൻ്റെ കർത്താവിന് വേണ്ടി ചെയ്തതല്ലേ? എൻ്റെ കാലുകൾ ഇടറി, എൻ്റെ നാവുകൾ പതറി, പറയുവാൻ കഴിയാതെ ഞാൻ വിങ്ങിപ്പൊട്ടി. എങ്കിലും ഞാൻ പറഞ്ഞു, കർത്താവെ, നിനക്ക് വേണ്ടി അല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത്? ദൈവത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതും പ്രസംഗിച്ചതുമൊക്കെ വെറുതെ ആയോ? ഒരു സ്വരം മാത്രം ഞാൻ കേട്ടു, ലാഭമായതെല്ലാം ഛേദമെന്നെണ്ണിയവനാണ് ഞാൻ. ശീതകാലത്ത് ഒരു പുതപ്പിനു വേണ്ടി ഞാൻ കുതിച്ചു. പക്ഷേ വസ്ത്രത്തെക്കാൾ വലുത് ജീവനും, ജീവനേക്കാൾ വലുത് നിത്യജീവനും എന്ന് പറഞ്ഞു. ആ സ്വരത്തിൽ എനിക്ക് മനസ്സിലായി ഇത് പൗലോസ് ആകുമെന്ന്. പിന്നീട് ഒന്നും പറയുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ മുട്ടുകുത്തി പൊട്ടിക്കരഞ്ഞു. കർത്താവെ, ഒരു നിമിഷം കൂടി എനിക്ക് നൽകുമോ? ഞാൻ പൊട്ടിക്കരയുവാൻ തുടങ്ങി. ആ തീഗോളത്തിൽ നിന്നും വീണ്ടും ഒരു ശബ്ദം, മകനെ, ഇനിയും എനിക്ക് വേണ്ടി നിനക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? എനിക്ക് വളരെ സന്തോഷമായി.
ഓടിച്ചെന്ന് തീഗോളത്തിലേക്ക് എത്തിപ്പെടണമെന്നുണ്ട്. പക്ഷേ ഞാൻ വെന്തു പോകിയാലോ? ഞാൻ പറഞ്ഞു, കർത്താവെ, ഇനിയുള്ള എൻ്റെ ജീവിതം നിനക്ക് വേണ്ടി മാത്രം. ഞാൻ എനിക്കായി നിന്റെ സഹനങ്ങളെന്ന് കരുതിയതെല്ലാം എൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി മാത്രം ചെയ്തതായിരുന്നു. നിനക്ക് വേണ്ടി മാത്രം ഞാൻ ജീവിക്കാം. വീണ്ടും ഒരു സ്വരം. വയലുകൾ വിളഞ്ഞു കിടക്കുന്നു, വേലക്കാരോ ചുരുക്കം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനോട് കൂടെയുണ്ട്. പെട്ടെന്ന് തന്നെ ആരോ ബലമായി എൻ്റെ തോളിൽ തട്ടി. ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ എൻ്റെ അമ്മ. സ്വതശീത ശൈലിയിൽ എന്നോട് അമ്മ ചോദിച്ചു, എന്തിനാണ് ഉറക്കത്തിൽ കിടന്ന് നിലവിളിക്കുന്നത്? ഹോ, എനിക്ക് സന്തോഷമായി. ഞാൻ മരിച്ചിട്ടില്ല. അത് വെറും സ്വപ്നമായിരുന്നുവോ? കർത്താവെ, നിനക്ക് വേണ്ടി മാത്രം ഇനി ഞാൻ ജീവിക്കാം. എൻ്റെ പുകഴ്ചയ്ക്കായി ഞാൻ ഇനി ഒന്നും ചെയ്യില്ല. യേശുവെ കൂടാതെ ഉള്ള സഹനങ്ങളൊന്നും വ്യർത്ഥം മാത്രമാണ്. ഇനിയും ഞാൻ നിനക്കായി മാത്രം ജീവിക്കാം. പ്രിയ ദൈവജനമേ, ഒരു നിമിഷം നമുക്ക് ചിന്തിച്ചു നോക്കാം. നാമും പലപ്പോഴും ഇതുപോലെയല്ലേ? ദൈവത്തിനു വേണ്ടി എന്ന് നാം കാട്ടിക്കൂട്ടുന്ന പലതും നമ്മളുടെ പുകഴ്ചയ്ക്ക് വേണ്ടി മാത്രമല്ലേ? നാം നിനക്കായി ഇതെല്ലാം ചെയ്തു, നിനക്ക് വേണ്ടി പലതും ത്യജിച്ചു എന്ന് പറയുമ്പോൾ അവനു വേണ്ടി സ്വർഗത്തിൽ പ്രാണത്യാഗം ചെയ്തവർ, ജീവൻ കൊടുത്തവർ പലരുമുണ്ട്. അതിലാരാവാൻ കഴിയും?